കർത്താവായ യേശുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ യേശുവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ മുഴുമാനവും മഹത്വവും യേശു കർത്താവിന്റെ പാദപീഠത്തിൽ വയ്ക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് ആരോഗ്യവും ആശ്വാസവും ബലവും സൗഖ്യവും ഉയരത്തിന്ന് ദാനം നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം ഗലാത്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്നാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ഈ നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, തൻ്റെ ശുശ്രൂഷയുടെ ആമേൻ ആ ആഗമനം, ആ മുമ്പോട്ടുള്ള ഗമനം, അനുഗ്രഹം എങ്ങനെയാണ്. യേശു കർത്താവിൻ്റെ അഭിഷേകം, ആ നിറവ് പ്രാപിച്ച പൗലോസ് പറയുകയാണ്, ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. വെളിപ്പാട് നിൽക്കുക, വെളിപ്പാട് ചലിക്കുക, വെളിപ്പാട് പ്രാപിക്കുക, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സ്വപ്നവും വെളിപ്പാടും രണ്ടും രണ്ടാണ്. എന്നാൽ ഇന്ന് ചില പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നത് രാത്രി കിടന്നുറങ്ങുന്നത് വെളിപ്പാടാണ്. ഇല്ല, അത് വെളിപ്പാടല്ല, അത് സ്വപ്നമാണ്. വെളിപ്പാടെന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്ന ആന, പട്ടി, പൂച്ച, കോഴി, ഇതിനെയൊക്കെ കാണുന്ന ഇതുണ്ടല്ലോ, അതല്ല. എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത്, അതല്ല വെളിപ്പാട്. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വെളിപ്പാട് എന്ന് പറയുന്നത് ഒരു ഭക്തൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ തൻ്റെ പ്രാർത്ഥനയിൽ താൻ കാണുന്ന ദിവ്യ കാഴ്ചകളാണ് വെളിപ്പാടുകൾ, ദൈവം കൊടുക്കുന്ന വെളിപ്പാടുകൾ. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമെന്നാണ്. സ്വപ്നം ഇവിടെ വെളിപ്പാടനുസരിച്ച് അത്രേ പോകുന്നത് എന്നാണ്. അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാടനുസരിച്ച് പോയ ഒരു സംഭവകഥ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ കാണുന്നു. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന: ആസ്യയിൽ അവൻ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ വിലക്കി. എന്താ വിലക്കിയത്? ഇവിടെ ഇനിയും പ്രസംഗിക്കരുത്, ആസ്യയിൽ പ്രസംഗിക്കരുത്, പ്രസംഗം നിർത്തുക. ആ വാക്കിന്റെ മുമ്പിൽ ആസ്യയിലെ ശുശ്രൂഷ നിർത്തി പൗലോസ് ഇരിക്കുമ്പോൾ ആ രാത്രിയിൽ പൗലോസ് ഒരു വെളിപ്പാട് കണ്ടു. ആ വെളിപ്പാട് ഇങ്ങനെയാണ്: മക്കദോനിയക്കാരനായ ഒരു വ്യക്തി തൻ്റെ ദർശനത്തിൽ, തൻ്റെ വെളിപ്പാടിനകത്ത് അവൻ വന്നു പറയുകയാണ്, ഞങ്ങളെ വന്ന് രക്ഷിക്കുക. ആ ദർശനത്തിൽ, ആ വെളിപ്പാടിൽ ഞങ്ങളെ വന്ന് രക്ഷിക്കുക എന്ന ആ കാഴ്ചയുടെ ആ വാക്കിന്റെ മുമ്പിൽ പൗലോസ് അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 16:11 കാണുന്നു, യാത്ര ചെയ്യുക. അവൻ ത്രോവാസിൽ നിന്ന് അവൻ യാത്ര ചെയ്യുക. യാത്ര ചെയ്ത് ഫിലിപ്പിയ പട്ടണത്തിൽ വന്നു. ഫിലിപ്പിയയിൽ വന്നപ്പോൾ അവിടെ ഒരു ആരാധനാലയമില്ല, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമില്ല. അതുകൊണ്ട് പൗലോസ് പുഴവക്കത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും തുടങ്ങി. പുഴവക്കത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ഒരു സഹോദരി അവന്റെ വാക്കുകളെ ശ്രദ്ധിച്ചു. അവൻ പറയുന്ന വാക്കുകളെ, ദൂതുകളെ കേൾക്കേണ്ടതിന് ലുദിയായുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറന്നു. ഞാൻ ഇന്ന് രാവിലെ എത്ര പ്രസംഗിച്ചാലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല എന്നതുപോലെ ലുദിയായുടെ ഹൃദയത്തിനകത്ത് പൗലോസ് പറഞ്ഞ വാക്കുകൾ ഗ്രഹിക്കേണ്ടതിന്, അത് മനസ്സിലാക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഹൃദയത്തെ എന്ത് ചെയ്തു? തുറന്നു. അത് ഞാൻ പറഞ്ഞ വാക്കല്ല, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മതി, അവിടെ എഴുതിയിട്ടുണ്ട്. ലുദിയയുടെ ഹൃദയത്തെ തുറന്നപ്പോൾ ലുദിയയുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി. അവൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അവളും അവിടെ കുടുംബവും സ്നാനപ്പെട്ടു. അവിടെ ഭവനത്തിൽ, ഫിലിപ്പിയയിൽ ആദ്യമായിട്ട് പൗലോസ് ഒരു സഭ ഭവനത്തിൽ സ്ഥാപിച്ചു. ആ സഭയാണ് ഫിലിപ്പിയ സഭ. അങ്ങനെ ആ സഭാസ്ഥാപനത്തിന് ശേഷം പൗലോസ് ത്രോവാസിൽ നിന്നും ഇറങ്ങിയത് മക്കദോനിയയിലേക്ക് പോകാനാണല്ലോ. മക്കദോനിയക്കാരനായ ഒരു വ്യക്തിയാണല്ലോ തന്നെ ദർശനത്തിൽ പറഞ്ഞത് ഞങ്ങളെ സഹായിക്കുക എന്ന്. അങ്ങനെ ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പൗലോസ് അവിടെ നിന്ന് പോകുന്ന വഴിയിൽ ദേവാലയത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീ ഈ പൗലോസിനെ കണ്ടിട്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസൻ, രക്ഷാമാർഗം അറിയിക്കാൻ വന്നവനെന്ന് വിളിച്ചു പറഞ്ഞു. ആ കൂട്ടങ്ങളുടെ ഇടയിൽ, ആ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ വിളിച്ചു പറഞ്ഞു. വെളിച്ചപ്പാടത്തിയ. എന്നാൽ പറഞ്ഞത് സത്യമാണെങ്കിലും
പൗലോസിന് മനസ്സിലായി ഇത് നല്ല ആത്മാവല്ല, ഇത് ദുരാത്മാവാണ്. ചിലപ്പോൾ ദുരാത്മാവ് നല്ലത് പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ സത്യം പലതും പറഞ്ഞെന്നിരിക്കും. പക്ഷെ വിവേചിക്കാനുള്ള വരം നമുക്ക് വേണം. ആ വിവേചന വരം ഇല്ലാത്തത് കൊണ്ടാണ് ചില ദുരാത്മാക്കൾ പ്രവചിക്കുന്നിടത്ത് ജനം ഓടുന്നത്. ചില ദുരാത്മാക്കൾ വെളിച്ചപ്പാട് പോലെ അതും ഇതുമൊക്കെ വിളിച്ചു പറയുമ്പോൾ ജനം ഓടിപ്പോകുന്ന വിവേചിക്കാൻ വരവില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, പ്രവചനത്തിന്റെ പേര് തട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങൾ. കസേരയുടെ പേര് പറയുക, വഴി പറയുക, വീടിന്റെ കളറ് പറയുക, പാസ്പോർട്ടിന്റെ നമ്പർ പറയുക, വണ്ടിയുടെ നമ്പർ പറയുക, ജാതകം മൊത്തം വിളിച്ചു പറയുന്ന കേട്ടിട്ടില്ലേ? ഇത് നമ്മൾ വിവേചിക്കാത്തത് കൊണ്ടാ. ദൈവത്തിന്റെ ആത്മാവേതെന്നും ദുരാത്മാവേതെന്നും നമ്മൾ വിവേചിക്കണം. കാരണം ഇതൊരു അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാര് എഴുന്നേൽക്കുമെന്നാണ് ശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, വഞ്ചിക്കപ്പെടരുത്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, പ്രവചനം തുച്ഛീകരിക്കരുത്, നല്ലത് മുറുകെ പിടിക്കണം. എന്ന് പറഞ്ഞാൽ പ്രവചനമുണ്ട്, പ്രവചിക്കുന്നവരുണ്ട്. ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, പ്രവചനം കേൾക്കാൻ ഞാൻ മടി കാണിക്കാത്ത ഒരാളാണ്. എന്നാൽ നല്ലത് ശോധന ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ മനസ്സിന് കുളിർമ തോന്നുന്ന, നമ്മളെ അതിശയിപ്പിക്കുന്ന വാക്കുകളായിരിക്കും ഈ പ്രവാചകന്മാർ പറയുന്നത്. പക്ഷെ അത് ഏത് ആത്മാവാണ്, ഏത് സ്പിരിറ്റാണ് എന്നുള്ളത് കൂടെ തിരിച്ചറിയണം. യേശു എവിടെങ്കിലും പോയിട്ട്, അല്ലെങ്കിൽ ബൈബിളിനകത്ത് പറയുന്ന പ്രവാചകന്മാരായ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ നിങ്ങൾ അന്വേഷിക്കൂ. എവിടെയെങ്കിലും പോയിട്ട് അവരുടെ വീട്ടിൽ കിടക്കുന്ന കാര്യങ്ങളും അവരുടെ അടുക്കളയിരിക്കുന്ന പാത്രങ്ങളുടെ കണക്കും പോകുന്ന വഴിയും അല്ലെങ്കിൽ മുറ്റത്തിരിക്കുന്ന ചെടിയുടെ ഒക്കെ കാര്യം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതല്ല പ്രവചനം, അതുകൊണ്ട് അവർ ചെയ്യാത്തത്. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി, മനുഷ്യനെ പുളകം ചാർത്തിക്കൊണ്ട് ഇതൊരു മാർഗമാക്കി മാറ്റിക്കൊണ്ടു പോകുക. എന്നാൽ ഇവിടെ ഇതാ വെളിച്ചപ്പാടത്തിൽ പറഞ്ഞത് കറക്റ്റാണ്. അവള് പറഞ്ഞത് മറ്റു തെറ്റുകളൊന്നും പറഞ്ഞില്ല. അവള് പറഞ്ഞ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസൻ. സത്യമല്ലേ? പൗലോസ് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനല്ലേ? ഞാനാണെങ്കിൽ ആ സഹോദരിയുടെ എന്ത് ചെയ്യുന്നറിയാമോ? സഹോദരി, ഞങ്ങളുടെ ചർച്ചിൽ അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുമോ? ഒന്ന് പ്രസംഗിക്കാൻ, പ്രവചനം പറയാൻ ഡേറ്റ് ഉണ്ടോ ഞാൻ ചോദിക്കും. പക്ഷെ പൗലോസ് അങ്ങനെയല്ല ചെയ്തത്. അവിടെ മേലുള്ള ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ എന്ത് ചെയ്തു? പിശാച് വിട്ടുപോയി. അവൾ സാധാരണക്കാരിയായി മാറിയപ്പോൾ അവളെയും കൊണ്ട് ലാഭം കൊയ്യുന്ന ആളുകൾ ആ പട്ടണത്തിലുണ്ടായിരുന്നു. അവര് വന്ന് പൗലോസിനെ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 16-19 വാക്യത്തിൽ പൗലോസിനെ പീഡിപ്പിച്ചു. അവനെ വലിച്ചിരച്ചുകൊണ്ട് ചന്തയിൽ കൊണ്ടുപോയി വലിയ ആളുകളുടെ മുമ്പിൽ കൊണ്ടു നിർത്തി, വസ്ത്രം അഴിച്ചു മാറ്റി, കോലുകൊണ്ട് അടിച്ചു, മുറിവേൽപ്പിച്ചു, 39 അടിയടിച്ചു. നോക്ക്. അതിനുശേഷം അവനെ വല്ലാതെ ക്രൂരമായി പീഡിപ്പിച്ചു. അവനെ വായി വരുന്ന എല്ലാം വിളിച്ചു പറഞ്ഞു. ആ മൈതാനത്ത് ആ ചന്തയിൽ നിർത്തി ആക്ഷേപിച്ചു, അർപ്പണഗ്നനാക്കി നിർത്തി പീഡിപ്പിച്ചു. ആ പീഡനങ്ങൾക്ക് ശേഷം അവനെ വലിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ഇട്ടു. അവിടെ കാണുന്നു, കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോൾ കാരാഗ്രഹത്തിന് സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ പൗലോസിനെ ശീലാസിനെ ഏൽപ്പിച്ചു. അവർ അതിനകത്ത് നിന്ന് എല്ലാ തടവുകാരും നോക്കി നിൽക്കുമ്പോൾ അവർ അവനകത്ത് നിന്ന് പാടുകയും ആരാധിക്കുകയും ചെയ്തു. കൈ ബന്ധിക്കപ്പെട്ട് കിടക്കുക, കാല് ബന്ധിക്കപ്പെട്ട് കിടക്കുക. പക്ഷെ അവർ ആത്മാവിൽ ആരാധിച്ചു. ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു. അവരെല്ലാം പുറത്തു വന്നു. പൗലോസും ശീലാസും മാത്രമല്ല പുറത്തു വന്ന് കാരാഗ്രഹത്തിൽ ആ തടവുപുള്ളികളെല്ലാം രക്ഷപ്പെട്ടു. ആ സമയത്ത് ആ കാവൽക്കാരൻ, ആ ജയിലറെ സൂക്ഷിക്കുന്ന ജയിൽമാൻ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ അവിശ്വസ്തനാണെന്ന് തിരിച്ചറിഞ്ഞ് കുറ്റവാളികളെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ള ധാരണയിൽ തന്നെത്താൻ ഒരു വാള് വെച്ച് താൻ കൊല്ലാൻ അല്ലെങ്കിൽ തന്നെത്താൻ മരിക്കാൻ തുടങ്ങുമ്പോൾ പൗലോസ് ഓടിച്ചെന്ന് പറയുകയാണ്, യജമാനെ, നിനക്കൊരു ദോഷവും വരുത്തരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ഞങ്ങൾ ആരും ഓടിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കാരാഗ്രഹ പ്രമാണിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. പിന്നീട് പൗലോസ് പറഞ്ഞ യേശുവിന്റെ വചനം അവനിലേക്ക് കയറിയപ്പോൾ ആ കാരാഗ്രഹ പ്രമാണി അപ്പോസ്തല പ്രവൃത്തി 16-30 വാക്യത്തിൽ വായിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് രാവിലെ നോക്കൂ,
ഒരു വെളിപ്പാടനുസരിച്ച് പോയ പൗലോസിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നു. കോലുകളുടെ അടി വാങ്ങിക്കേണ്ടി വന്നു. ആക്ഷേപങ്ങൾ, ജയിലറകൾ, ചങ്ങലകൾ ഒക്കെ കടന്നു വന്നു. പക്ഷേ ഒരു വെളിപ്പാട് നിവൃത്തിയാകാൻ വേണ്ടി അതിൻ്റെ പുറകിലുള്ള ത്യാഗപരമായ കഷ്ടതയിൽ കൂടെ പൗലോസ് കടന്നുപോയപ്പോഴും പൗലോസ് പിന്മാറിയില്ല. ക്രിസ്തുവിൻ്റെ നിന്ന ലാഭമായി കണ്ടുകൊണ്ട് പൗലോസ് അതിനെ സ്വീകരിച്ചു. കാരാഗ്രഹത്തിനടിത്തട്ടിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ദൈവത്തെ സ്തുതിച്ചു പാടി അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഭൂകമ്പം പോലെ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. അവിടെ കിടന്നവരെല്ലാം വിടുതൽ പ്രാപിച്ചു. ഒപ്പം ദർശനത്തിൽ കണ്ട കാരാഗ്രഹ പ്രമാണി അവിടെ വെളിപ്പെടുകയാ. മക്കദോന്യക്കാരനും കുടുംബവും രക്ഷ പ്രാപിച്ചു. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയട്ടെ, നീ ഒരു ദർശനത്തിൽ നിൽക്കുന്ന, ഒരു വെളിപ്പാട് നിൽക്കുന്ന, ഒരു ദൈവകൃപയിൽ നിൽക്കുന്ന, അഭിഷേകത്തിൽ നിൽക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലാണ് നീ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും, വെല്ലുവിളികൾ കൂടുതലായിരിക്കും, അപമാനങ്ങളും അപവാദങ്ങളും കൂടുതലായിരിക്കും. നിങ്ങളെ തകർക്കുവാൻ നോക്കുന്ന ശത്രുക്കൾ നിന്റെ വീട്ടിലും നാട്ടിലും പള്ളിയിലും ജോലി സ്ഥലത്തും കാണും. പക്ഷെ നീ തകർന്നു പോകരുത്. യേശുവിനെ വിട്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട് നോക്കരുത്. അതിനകത്തും ആരാധിക്ക്. പൗലോസ് ആരാധിച്ചതുപോലെ, ചങ്ങലധാരിയായി ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നീയും ബന്ധനത്തിനകത്ത് കിടന്ന് ആരാധിക്ക്. നിന്റെ ബന്ധനം അഴിയും, നിങ്ങളുടെ കുടുംബത്തിന്റെ ബന്ധനം അഴിയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബന്ധനം അഴിയും, നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതം നടക്കും. നിങ്ങൾ കണ്ട ദർശനം അത് നിവർത്തിയാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദർശനം കണ്ടിട്ടില്ലേ? നിങ്ങൾക്കൊരു ദർശനം കിട്ടിയിട്ടില്ലേ? നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് ദർശനം കിട്ടിയിട്ടില്ലേ? അത് നിവർത്തിയാകും. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഞാൻ പറയാം, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ദർശനം കണ്ട് മാറി വന്ന പൗലോസിനെ ചന്തയിൽ വരെ കൊണ്ടുപോയി അപമാനിച്ച് അടിച്ചു മുറിവേൽപ്പിച്ചെങ്കിൽ, പൗലോസ് കർത്താവിനോട് നിന്നപ്പോൾ മക്കദോന്യക്കാരനെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിൽ, ഗലാത്യലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിച്ച കുറിവാക്യം പോലെ ഞാനൊരു വെളിപ്പാടനുസരിച്ച് പോയത്. അതേ പ്രിയരെ, നിങ്ങൾ വെളിപ്പാടിന് വേണ്ടി നിൽക്ക്, ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്ക്, ദർശനത്തിന് വേണ്ടി നിൽക്ക്, കർത്താവിന് വേണ്ടി നിൽക്ക്. നിങ്ങളെ ഒരിക്കലും ആരും തകർക്കത്തില്ല. തകർക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കും. സ്വപ്നത്തിന് വേണ്ടി നിന്ന ജോസഫിനെ മാനിച്ചതുപോലെ നിങ്ങളെയും ദൈവം മാനിക്കും. നിങ്ങളുടെ കുടുംബത്തെ ദൈവം മാനിക്കും. നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കൊണ്ട് ഞാൻ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൈവിക ദൂത് ഇന്ന് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി കൊടുക്കുകയാ. ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ദേശത്ത് ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ. കർത്താവെ, ദർശനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ കാണുന്നു. ദർശനത്തിന് വേണ്ടി വീടിനകത്ത്, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ അവരെ ദൈവം മാനിക്കും. അവരെ ദൈവം മാനിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഇവരെ കർത്താവിന്റെ കരങ്ങളിൽ, ഇവരുടെ വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ, ഇവരുടെ വേദനകളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.